ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ബിസിനസ്സിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല തിരക്കുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഭയങ്കര ഡള്ളാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഫുൾ ടൈം ഓട്ടത്തിലാണ്. ഫുൾ ടൈം ബിസിനസ്സിൽ എൻഗേജ്ഡുമാണ്, എന്നാൽ ബിസിനസ് കുറവാണ്. ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് പലപ്പോഴും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് തരാറില്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നല്ല ഉദ്ദേശം. ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാവും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് അതല്ല. ഈ ബിസിനസ് ചെയ്യുന്നത് ആരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സെയിലിൽ ഇടുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും, എൻ്റെ പ്രൊഡക്റ്റ് ആർക്കും വാങ്ങാലോ, എൻ്റെ പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നങ്ങനെയാണോ? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണോ നിങ്ങളുടെ? എന്നാൽ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും ഉണ്ട്. എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുന്നതല്ല. പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസ് എന്ന് പറയുന്നതിനേക്കാളും അതിനൊരു സ്പെസിഫിക് മാർക്കറ്റ് ഇല്ലേ? ഒരു പ്രത്യേകതരം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ അത്തരക്കാരിലേക്ക് ആ പ്രൊഡക്റ്റോ സർവീസസോ ചെല്ലുമ്പോഴല്ലേ കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടാവുക. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുള്ള. അപ്പോൾ ഈ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടോ പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സേവനം ലഭിക്കുന്നത് കൊണ്ടോ ആർക്കാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് അല്ലെങ്കിൽ ലാഭമുള്ളത്? നമുക്കുള്ള ലാഭമല്ല ഉദ്ദേശിച്ചത്, ആർക്ക് അത് കിട്ടുന്ന ആർക്കാണ്, ഏത് രീതിയിലാണ് അവർക്കത് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത്, അതാണ് ആ ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് ടാർഗറ്റ് മാർക്കറ്റ്? നമ്മുടെ യഥാർത്ഥ കസ്റ്റമേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആരാ വാങ്ങേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്കില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ചെലവഴിക്കുന്ന പണം, അത് മാർക്കറ്റിങ്ങിലായിക്കോട്ടെ മറ്റേത് കാര്യത്തിലായിക്കോട്ടെ, അത് വെറുതെ പോകും. പക്ഷെ ഒരു കറക്റ്റ് ഐഡിയയിൽ ആരാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്നൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഉൾപ്പെടെ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ടും നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ റിസൾട്ടോടുകൂടി തന്നെ. ഞാൻ ഒരുപാട് ബിസിനസ്സുകാരായിട്ട് സംസാരിക്കുമ്പോൾ അവർ കോമൺലി പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാം. എൻ്റെ കടയിലേക്ക് ഒരുപാട് പേര് വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന ആൾക്കാർ അത് വാങ്ങുന്നില്ല, സാധനങ്ങൾ വാങ്ങുന്നില്ല. എനിക്ക് എങ്ങനെ വലിയ വലിയ കമ്പനികളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ യഥാർത്ഥ കസ്റ്റമർ ആരാണെന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ആരെയാണോ ലക്ഷ്യമിട്ട് ബിസിനസ് ചെയ്യുന്നത് അവരെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ്. അവരെ അറിയാതെ നമ്മൾ അവരെ എങ്ങനെ തേടിപ്പോകും, അല്ലെങ്കിൽ അവരോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യും? അപ്പോൾ അതിനെന്താണ് ഒരു എളുപ്പവഴി എന്നല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണെന്ന് കണ്ടെത്തിയാൽ മതി. അങ്ങനെ പറയാൻ എളുപ്പമാണല്ലോ അല്ലേ? എന്നാൽ അതെങ്ങനെ കണ്ടെത്തും എന്നല്ലേ ചോദിക്കുന്നത്? അതിനും ഒരു വഴിയുണ്ട്. വലിയ വലിയ ഗവേഷണങ്ങളോ പഠനങ്ങളോ ഒന്നും വേണ്ട. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിച്ചാൽ മതി. നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് അത് എന്ത് തരം പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള, ഏത് പ്രായത്തിലുള്ള, ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ആ പ്രശ്നം ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്ന് കണ്ടെത്തലാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യമാണ്, അങ്ങനെ ആ ഒരു കൂട്ടരെ കണ്ടെത്തിയാൽ അവർ ആ പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അവർ എവിടെയാണ് പോവാറ്? ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ? 2, അതിന് വേണ്ടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ എത്ര രൂപ അവർ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ തരത്തിലുള്ള ആൾക്കാർ? ഈ 3 ചോദ്യങ്ങൾക്ക്
ഒരു സത്യസന്ധമായ ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എവിടെ പരസ്യം ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും. നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ വർദ്ധിക്കണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ആവശ്യമാണ്. ഇതിലൊരു വ്യക്തത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിങ്ങിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. നിങ്ങളുടെ കച്ചവടം കൂടും. നിങ്ങളുടെ ബിസിനസ് ഒരു വലിയ ബ്രാൻഡായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ശരിയായ ടാർഗറ്റ് മാർക്കറ്റ് ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.